ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ലീവാണ്. അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോടേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കുട്ടികൾ രണ്ടുപേരും അംഗനവാടിയിലാണുള്ളത്. അപ്പൊ നമ്മൾ പോകുമ്പോൾ അവരെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കൂട്ടാനായി ഇപ്പൊ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അംഗനവാടിയിലേക്ക് പോകുമ്പോൾ തന്നെ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് പോകുന്നുണ്ട് എന്ന്. നമ്മളെ കണ്ടപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും പുറത്തോട്ട് ഓടി വന്നിട്ടുണ്ട്. കോഴിക്കോട്ടേക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നെ അങ്ങോട്ട് ഫുള്ളും പരാതികൾ കേൾക്കാൻ തന്നെയായിരുന്നു നേരം. പിന്നെ ഇതാ ടീച്ചർ അവർക്ക് പായസം ചൂടാറ്റി കൊടുക്കുകയാണ്. എന്നും ഈവനിങ് അംഗനവാടി വിടുമ്പോഴാണ് കൊടുക്കാറ്. പക്ഷെ ഇന്ന് നമ്മൾ നേരത്തെ പോകുന്നതുകൊണ്ട് അവര് ടീച്ചർ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ ഇതാ രായി പായസമാണ് കൊടുക്കുന്നത്. എന്നും പലവിധ പായസങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പായസം അവർക്ക് നല്ല ഇഷ്ടമാണ്. അത് 2 ഗ്ലാസ് ഒക്കെ കുടിക്കാറുണ്ട്. പിന്നീട് ആ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞതിന്റെ ശേഷം കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെങ്ങോട്ട് പോകുന്നേ? കോഴിക്കോട്ടേക്ക്. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോ ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ചൂടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ മഴ പെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങിയത്. അങ്ങനെ ഇതാ രണ്ടുപേരും കാറിൽ കയറിപ്പോയേക്കും നല്ല ഉറക്കമായിട്ടുണ്ട്. അംഗനവാടികളിലൊന്നും ഇപ്പോൾ ഉറക്കാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് പെട്ടെന്ന് വീട്ടിൽ വന്ന് ഉറങ്ങാറാണ് സാധാരണ പതിവ്. അപ്പോഴത്തേനും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. ഈ മഴത്ത് കാറോടിച്ച് പോകുന്നത് നല്ല രസമാണല്ലേ. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടാട്ടോ മഴത്ത് ഇങ്ങനെ കാറോടിച്ച് പോകാന്. ഇപ്പൊ കോഴിക്കോട്ടേക്ക് പോവാന്ന് പറഞ്ഞാ എന്തൊരു സുഖം അറിയോ. നല്ല റോഡും വിശാലമായ ഏരിയ. ഹൈവേയിൽ പോകുന്ന വഴിക്കൊക്കെ ഇടക്ക് റോഡ് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫൈനലി ഹൈലൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ കാലിക്കറ്റ് വന്നാൽ ആദ്യം ഹൈലൈറ്റിലോട്ട് പോവാട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂടെ കുട്ടികളുണ്ട്. അപ്പോൾ ഒരു വരുമ്പം ഇവര് മണലിലും വെള്ളത്തിലും കളിക്കാൻ നല്ല ഇഷ്ടമുള്ള ടീമാണ് എൻ്റെ മക്കള്. അപ്പോൾ ഓരെന്തായാലും ആദ്യം കാലിക്കറ്റ് ബീച്ചിൽ പോയാൽ ഫുൾ മീല് മൊത്തം മണ്ണും മണലൊക്കെ ആക്കിയിട്ടേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം മാളിലോട്ടാണ് പോകുന്നത്. മാളിലോട്ട് പോയാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. മണ്ണിറങ്ങിക്കഴിഞ്ഞ് പിന്നെ വെള്ളത്തിലും മണലിൽ കളിച്ചാലൊന്നും പ്രശ്നമില്ലല്ലോ, നേരിട്ട് വീട്ടിലോട്ടല്ലേ പോവുക. അതുകൊണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നമില്ല. ഹൈലൈറ്റിൽ ഞങ്ങൾ ആദ്യം പോയത് നെസ്റ്റോയിലായിട്ടാണ്. നെസ്റ്റോയിൽ പുറത്ത് പുതിയ ഓഫറും കാര്യങ്ങളും ഉണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൽ കയറിയത്. പക്ഷേ അത്ര വലിയ ഓഫറൊന്നും ഇല്ല ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ നാട്ടിലത്തെ അത്ര പ്രൈസ് തന്നെയാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ നെസ്റ്റോ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. അവിടെ ഭയങ്കര വെറൈറ്റി ഫുഡുകളും അതേപോലെ ഭയങ്കര ഓഫർ പ്രൈസിനൊക്കെയാണ് അവിടെ നിന്ന് സാധനങ്ങൾ കിട്ടാറ്. ഞങ്ങൾ ഹൈലൈറ്റിൽ വന്ന ഹൈലൈറ്റ്സിൻ്റെ ഫുഡ് കോർട്ടിൽ പോകാറില്ല. ഞങ്ങൾ ഇവിടെ നെസ്റ്റോയിലെ ഫുഡ് കോർട്ടിൽ തന്നെ പോകാറ്. പിന്നെന്താ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ഗ്രില്ലഡ് ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി പാസ്ത സാൻഡ്വിച്ചും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്.
നിന്ന് പായസം മാത്രം കുടിച്ചു പോകുന്നതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചക്കൊക്കെ അംഗനവാടിയിൽ നിന്ന് കുട്ടികളെ കൂടെ കഴിക്കും. എന്നാലും നമ്മൾ ഫുഡ് വാരി കൊടുക്കുമ്പോഴല്ലേ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ കുട്ടികൾ എത്ര കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ സംഭവങ്ങൾ കാണുന്നത്. നമ്മുടെ കേക്ക് ഐറ്റംസിനൊക്കെ അവിടെ വെറും പകുതി വിലയുള്ളൂ. നമ്മുടെ നാട്ടിലെ റേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ വെറും പകുതി വിലയുള്ളൂ. എല്ലാത്തരം കേക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളെ ഡ്രീം കേക്കിനൊക്കെ അവിടെ 200 ഉള്ളൂ. എനിക്ക് തോന്നുന്നു നാട്ടിൽ അതിന് 600 എബോറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ വെറും 200 ഉണ്ട്. എങ്ങനെ കഴിച്ച് എനിക്കറിയില്ല ഇത്ര വിലക്ക് കൊടുക്കാൻ പറ്റണെന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അറൗണ്ട് ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ കാലിക്കറ്റ് ബീച്ചിലോട്ടാണ് പോയത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടൊരു കാഴ്ചയാണത്. ഞങ്ങൾ അവിടെ കണ്ട ഒരാളാണ് ഇട്ടത്. ജീവിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു ആളെ ഇരുത്തി പോകണ ഒരു പാട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര പാട്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് നേരമല്ല, കുറച്ച് അധികം നേരം തന്നെ ആ പാട്ട് ആസ്വദിച്ച് അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ബീച്ചിൽ പോയ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ അവിടുത്തെ ഫുഡ്. മെയിനായിട്ടായ കല്ലുമ്മക്കായ, കാടമുട്ട റോസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ കോളിഫ്ലവർ പൊരിച്ചത്. അത് ഞങ്ങൾ എന്തായാലും നിന്നും ഏത് വയറ് ഫുള്ളായി വന്നാലും അവിടുന്ന് കഴിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്. അത് ഞങ്ങൾ രണ്ടുപേരും എന്തായാലും 2 പ്ലേറ്റ് കഴിക്കും. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഈ മസാൽപൂരി, ബേൽപൂരി, ആ സാധനങ്ങൾ. പക്ഷെ ഞാൻ അതൊന്നും കഴിക്കാറില്ല. ഞാൻ ആകെ കഴിക്കുന്നത് ഈ സേൽപൂരി പറഞ്ഞ സാധനമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അത്. മറ്റ് സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല എന്നല്ല, പക്ഷെ എനിക്ക് ഈ കൂട്ടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ സേൽപൂരി എന്ന് പറഞ്ഞ സാധനം. ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇതാ ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നേരത്തെ ആയതുകൊണ്ട് തന്നെ ഞങ്ങള് പാർസൽ വാങ്ങിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. ഇനിയിപ്പോ ഇതാ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാണ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റും ചെയ്യുക. അപ്പൊ ശരി, ഓക്കെ, ബൈ ബൈ.